ഒരുപാട് ദിവസം എടുത്ത സ്ക്രിപ്റ്റാണ് ഈ പഞ്ചാബി ഹൗസിന്റെ. അത്രയും സമയം കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ പൊലിപ്പിക്കാൻ പറ്റുമോ പല സ്ക്രിപ്റ്റ്? അതെ, തീർച്ചയായിട്ടും എല്ലാ സ്ക്രിപ്റ്റും നന്നാക്കാൻ പറ്റും. കാരണം എൻ്റെ ഒരു ശീലം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വട്ടം എഴുതിയിട്ട് അത് മറക്കുക, എന്നിട്ട് രണ്ടാമത് എടുക്കുമ്പോഴാണ് നമുക്ക് തന്നെ തോന്നും ഇത് ഇത്തിരി ഡള്ളായിരിക്കും, ഇത് ഇത്തിരി ലാഗായിരിക്കും, ഇതല്ല ഇപ്പോൾ പറയേണ്ടത്. ഇത് സ്റ്റോറി ടെല്ലിങ് സ്ക്രീൻ പ്ലേ എന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റോറി ടെല്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, ഈ പ്രേക്ഷകൻ്റെ ആ ഇൻട്രസ്റ്റിംഗ് അക്കൗണ്ട് ഇത് പോകരുത്. അയാൾ ശ്രദ്ധയോടെ കീനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അയാൾ മാറ്റരുത്. അപ്പോൾ നമ്മൾ സ്ക്രീൻ പ്ലേ രണ്ടാമത് വായിക്കുമ്പോൾ അറിയാം, ഇവിടെ എത്തുമ്പോൾ അയാൾ ചിലപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യും. ഇപ്പോൾ ഇതിപ്പോൾ പറയേണ്ടത് അയാൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ബാക്കിയാണ്, അപ്പോൾ അതിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു റൺ ത്രൂ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ മനസ്സിലേക്ക് ഇപ്പം കുറച്ചും കൂടെ സമയം കിട്ടിയായിരുന്നെങ്കിൽ ആ സ്ക്രിപ്റ്റ് കൊള്ളാം, നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ പടം തന്നെ ഇച്ചിരി ഗംഭീരമായിട്ട് പോയി എന്ന് ചിന്തിക്കുന്നൊരു സംഭവം ഉണ്ടാവുമോ? എല്ലാ പടവും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. ഇനിയും നന്നാക്കാമായിരുന്നു, ഇനിയും നന്നാക്കാമായിരുന്നു. നമ്മൾ പ്രേക്ഷകർ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറം ഒന്നുമില്ല. സാറിൻ്റെ അനിയൻ ആയാലും ആദ്യത്തെ കൺമണി ഇതിനപ്പുറം ഇനി എന്തിരിക്കുന്ന എന്നിട്ട് സാറിന് അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലേ കുറച്ചുകൂടെ? തീർച്ചയായിട്ടും വേണമെങ്കിൽ അതിങ്ങനെയും കൂടി ആക്കാമായിരുന്നു, ഇങ്ങനെയും കൂടി ആക്കാമായിരുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് പറയുവാണെങ്കിൽ ഏത് പടം പറയുമായിരിക്കും? അല്ല, അങ്ങനെ ഞാൻ പറയൂല. അതേസമയം എടുത്തു കളഞ്ഞതുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പിളിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ വേറൊരു പടത്തിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട് നമ്മൾ. അത് പഞ്ചാബി ഹൗസിൽ ഒരു ക്യാരക്ടർ കൂടി ഉണ്ടായിരുന്നു. അത് ഇതിന് ആപ്റ്റാണെന്ന് തോന്നിയുകൊണ്ട് കയറ്റിയാണ്. ന്യൂസ് റീഡർ, ഈ ഡെഫ് ആൻഡ് ഡെമ്പിന് ന്യൂസ് വായിക്കുന്ന, ടി വിയിൽ വായിക്കുന്ന ആളില്ലേ, അത് അമ്പിളിച്ചേട്ടൻ അങ്ങനെ ഒരു ക്യാരക്ടർ വെച്ചു. അതെന്തിനാന്ന് വെച്ചാൽ ഇയാൾ ഡെഫ് ആൻഡ് ഡെമ്പല്ല, പക്ഷേ ഇയാൾ അത് ചെയ്യും, ന്യൂസ് റീഡ് ചെയ്യും. അപ്പോൾ ഈ സിക്കന്ദർ സിംഗ് എന്നതിൻ്റെ ക്യാരക്ടറിന് ഒരു ഐഡിയ വരും. അയാളെ വിളിച്ചാൽ ഈ ദിലീപ് ക്യാരക്ടറിനെ ഇത് പഠിപ്പിക്കാമല്ലോ എന്ന് തോന്നും. മനസ്സിലായില്ലേ? സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഇയാൾ ബെസ്റ്റാണ്, അപ്പോൾ അയാളെ കൊണ്ട് ഇത് പഠിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അയാളെ വരുത്തുന്നുണ്ട്. പക്ഷെ അയാൾ വന്ന രണ്ടാം ദിവസം അയാൾക്ക് പിടികിട്ടും ഇവൻ ഡപ്പും അല്ല ഡമ്പും അല്ല എന്ന് പറയുന്നൊരു ഇതിലേക്ക് അത് എടുത്തു കളഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നീർപ്പാറ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പോയി ഈ സൈൻ ലാംഗ്വേജ് പഠിക്കാൻ. നമ്മളറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അവിടെ ഏതാണ്ട് 1000-നടുത്ത് കുട്ടികളുണ്ട്. സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണത്. അവിടെ ചെന്നപ്പോൾ കുട്ടികളെല്ലാം ഞങ്ങളെ കാണാൻ വന്നു. എല്ലാവരും അവർ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ സിസ്റ്റർ അവരെ വിളിച്ചു, നമ്മളായിട്ട് സിസ്റ്റർ ഇടയ്ക്ക് നിന്ന് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ഭയങ്കര ഇൻട്രസ്റ്റിങ്. അത് കഴിഞ്ഞ് അവരെങ്ങനെ പഠിക്കുന്നത് എന്ന് കാണിക്കാനൊരു സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഈ കൊച്ചുങ്ങൾ അമ്മ എന്ന് പറയാൻ പഠിക്കുന്നത് വളരെ വേദന തോന്നുന്നു നമുക്ക്. കാരണം മാമ എന്നുള്ള അക്ഷരം അവർക്ക് കേട്ടുകൂടല്ലോ. അപ്പോൾ ഈ മിസ് ഇവിടെ കൈ വെച്ച് കൊടുത്തിട്ടാണ് മാമാന്ന് പിന്നെ മൂക്കിലിങ്ങനെ വെച്ചിട്ട് ടച്ച് ചെയ്യും. എന്നിട്ടാണ് ആ അക്ഷരം തവള എന്ന് ഇവിടെ ഇങ്ങനെ ഥ ഇങ്ങനെ കൊടുക്കുകയാണ് അവർക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പം ഇത് കോമഡി ആക്കണ്ട, ഈ സൈൻ ലാംഗ്വേജ് വെച്ചൊരു കോമഡി വേണ്ട തീരുമാനിച്ചിട്ട് അമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടർ എടുത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് കളഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് പറഞ്ഞതാണ് ഞങ്ങൾ എഴുതിയതുമാണത്. അതിനകത്ത് മോഹിനിയുടെ ക്യാരക്ടർ വ്യക്തമായിട്ട് പറയുന്നതൊക്കെ കറക്റ്റ് സൈൻ ലാംഗ്വേജ് എല്ലാം കറക്റ്റ് തന്നെയാണോ? അതെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എടപ്പള്ളിയിലുണ്ട്. അപ്പോൾ അവൻ ഇതാണ്, അപ്പോൾ അവനിത് അറിയാം. അപ്പോൾ അവനെ വരുത്തിയിട്ട് പഠിപ്പിക്കാനാണ് ഞാൻ ഇരുന്നത്. ഫസ്റ്റ് ഡേ അവൻ വരികയും ചെയ്തു. അപ്പോഴാണ് മോഹിനി ഈ പുഴയും കിടന്നെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഇത് പഠിച്ചു. അവളിതിനു വേണ്ടി ഇത് പഠിച്ചു. അതുകൊണ്ട് അവൾക്കറിയാം. അപ്പം മോഹിനി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് വേണ്ട, ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റങ്ങേരെ തിരിച്ചു വിട്ടു. മോഹിനി നന്നായിട്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. ഈ ഇംഗ്ലീഷ് ആൽഫബറ്റ്സാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ അവർ ആൽഫബറ്റ്സ് അല്ല യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒറിജിനൽ സംസാരിക്കുന്ന കുട്ടികളുണ്ടല്ലോ. ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫ്രണ്ട്, നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മോനാണ്. അവൻ വന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അത്രേ കാണിച്ചോളൂ. അത്ര കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഓക്കെ എന്നിട്ട് എന്നോട്
FACTയിൽ ഒരു ജോലിയുടെ കാര്യമാണ് എന്നോട് വേഗം പറഞ്ഞത്. അത്ര നീളമുള്ള സെൻറ്റൻസാ? ആ, അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്നോട് ചോദിച്ചു അതിനെന്തെങ്കിലും, ഞാൻ ചോദിച്ചു അവനതാണോ ചോദിച്ചത്? അതെ, അവനതാണോ എന്ന് ചോദിക്കാനാണ് അവൻ പറഞ്ഞത്. അപ്പോൾ വെച്ചാൽ അവൻ ഇങ്ങനെയല്ലേ, ഇത് F1 സൈൻ ലാംഗ്വേജ്, ഇത് F ആണ്, മുഴുവൻ പറയണ്ട, ഇവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവൻ. ഞാൻ വരുമ്പോൾ ഫാക്റ്റിൻ്റെ കാര്യമൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മറന്നു പോയിരിക്കാൻ അവൻ F അടിച്ചപ്പോൾ തന്നെ ഇവന്. ഇതുപോലെയാണ് അവർ. ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്കൊരു ട്രെയിനിൽ വരികയായിരുന്നു. ട്രെയിനിൽ വരുമ്പോൾ ഈ കുട്ടികൾ മാത്രം എന്തോ ഒരു ഒരു കൺവെൻഷനോ മറ്റോ കഴിഞ്ഞിട്ട് ഇവർ ഈ ട്രെയിനിൽ കയറി എറണാകുളത്തേക്ക് വരികയാണ്. മുഴുവൻ ആ പിള്ളേരാണ്. അപ്പം ഇവർ ഭയങ്കര ചിരിയാണ് സൈൻ ലാംഗ്വേജ് ചെയ്തുകൊണ്ട്. ആൺകുട്ടികളാണ് മുഴുവൻ. ഇത് സ്പീഡിൽ ഇവർക്ക് ഭയങ്കര സ്പീഡിൽ. ഇടയ്ക്ക് എനിക്ക് മനസ്സിലായി ഇവർ പറയുന്ന സിനിമ കഥയാണെന്ന്. ഇടയ്ക്ക എനിക്കത് പിടികിട്ടിയത്. അപ്പം ഞാൻ അതിനകത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി, ഒരുപാട് ശ്രദ്ധിച്ചു. പക്ഷേ നമുക്ക് ഫുള്ളി കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ലെങ്കിലും എനിക്ക് മനസ്സിലായി അവർ സിനിമയുടെ കഥയാണ് പറയുന്നത്, അവർ ചിരിക്കുന്നതല്ല, അതിനകത്ത് കോമഡികളാണ് എന്നൊക്കെ മനസ്സിലായി എന്നുള്ളതാണ്. അതിലൊരാളെ പരിചയപ്പെട്ടുവെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എഴുതി കാണിച്ചൊക്കെയാണ് കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെന്തായാലും ആ ഒരു അനുഭവം സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തു. അതെ, ഒരുപാട് ഗുണം ചെയ്തു. ദിലീപിനെ പഠിപ്പിക്കാൻ, അതായത് ഞങ്ങളുടെ സൈൻ ലാംഗ്വേജ് വരുന്നില്ലെങ്കിൽ തന്നെ ഇങ്ങനെ പഠിക്കാനുള്ള ശ്രമം നടത്തിയായിരുന്നു? നടത്തിയായിരുന്നു. അല്ല, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഐ ലവ് യു എന്നാണ് ഇതിൻ്റെ. അത് ആ പടത്തിനോട് ശരി ഇങ്ങനെ ഹിറ്റ് ആവുന്നല്ലേ? അതെ. അത് കറക്റ്റ് തന്നെയാണ്, സിമ്പിൾ കറക്റ്റ് തന്നെയാണോ? സിമ്പിൾ കറക്റ്റ്. അതായത് ILU അങ്ങനെയാണ് അവർ അതെടുക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ഈ പഞ്ചാബ് ഇത്രയും നാളായിട്ട് 25 വർഷമായ പടം ഇപ്പോഴും ഒരു ബോറും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പടം. എന്താ അതിൻ്റെ ഒരു വിജയ സക്സസ് എന്നുള്ളത്? ഇപ്പം ഇറക്കിയാലും വിജയിക്കുന്നു സാർ? തീർച്ചയായിട്ടും. അല്ല, ഇപ്പം ഇറക്കിയാലോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അടുത്തൊരാളെന്നോട് പറഞ്ഞാണ്, ഈ വേളാങ്കണ്ണി ടൂർ പോകില്ലേ, ആ ബസ്സിലൊക്കെ അവർ സ്ഥിരം ഇടുന്നത് ഇതാണ്. കാരണം ആളുകൾ എവിടെ നിന്ന് കണ്ടാലും ഇരുന്ന് ബോറടിക്കായിരുന്നു. എവിടുന്ന് തുടങ്ങി പടം? ശരിയാ, ആദ്യം കാണണമെന്നില്ല. ഇല്ല അത് കറക്റ്റ് പോയിന്റ്. ഒരുപാട് പേര് അതിനകത്ത് പോയി, കൊച്ചിങ്ങനെ പോയി. അതിന് രണ്ടാം ഭാഗം ഇനി വരുവാണെന്നുണ്ടെങ്കിൽ വിജയിക്ക് സാധ്യതയുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പടത്തിന് രണ്ടാം ഭാഗം എടുക്കാതെ എന്താ? എടുക്കാൻ പറ്റേയില്ല, അത് വിജയിക്കുകയില്ല, അത് ഗ്യാരണ്ടീഡ്. ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര്, ഒരു 4 പ്രൊഡ്യൂസേഴ്സെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പഞ്ചാബീസിന് വേണ്ടി മാത്രം? അത് പഞ്ചാബീസ് മാത്രം സെക്കൻഡ് പാർട്ട് എടുക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സാർ എന്താ പറഞ്ഞത്? കാരണം എന്താ? എഴുതില്ല, എടുക്കില്ല, ഞാനില്ല എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. നിങ്ങൾ വേണമെങ്കിലും എടുത്തോ, ഞാനില്ല. അല്ല, എന്താ കാരണം? ചെയ്യാൻ പറ്റില്ല, അനീഫ് കെ ഇല്ലാതെ പഞ്ചാബീസ് ഇല്ല. ഓക്കെ, ഒന്നത്. പിന്നെ ഒന്ന്, അത് എന്താണ് ജനം അതിനകത്ത് കണ്ട് അട്രാക്റ്റഡ് ആയത്, അത് കിട്ടില്ല ഇനി, തിരിച്ച് കിട്ടില്ല അതിന്. സെക്കൻഡ് പാർട്ടെന്ന് പറയുമ്പോൾ മറ്റൊന്നല്ലേ. പക്ഷേ ഈ ക്യാരക്ടറിൽ നിന്നും അന്ന് കിട്ടിയത് ഇന്ന് കിട്ടില്ല. അപ്പോൾ അത് സാറ് എഴുതി കഴിഞ്ഞ് ചാപ്റ്റർ മടക്കി പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോകത്തില്ല, പ്രേക്ഷകർ വിട്ടുകൊടുത്തില്ല. ഇത് ഇടയ്ക്ക് കാണാറുണ്ട് പടങ്ങളൊക്കെ ഇങ്ങനെ സാറ് ചെയ്ത പടങ്ങൾ? തീർച്ചയായും. ഈ പഞ്ചാബീസ് വന്ന് എപ്പോഴും കാണുമോ? കാണും. അത് ഞാനൊരിക്കൽ CD തന്നെ ഇവിടെ ഇട്ടിരുന്ന് കണ്ടു എന്നുള്ളതാണ്. അത് CD ഇറങ്ങിയ ദിവസം ഇവിടെ ഈ വീട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിന് CD പുതിയത് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് CD ഇട്ടു. ഞാനിവിടെ ചാരി നിന്ന് CD കണ്ടു, കുറച്ച് കാണാം എന്ന് വിചാരിച്ചു, ക്വാളിറ്റിയൊക്കെ നോക്കാം. പക്ഷേ സിനിമ തീരണവരെ നിന്ന് ഞാൻ കണ്ടുപോയി. മാത്രമല്ല, ഇവിടുത്തെ ഫുൾ പെയിൻറ്റിങ് പണിക്കാരും ജനലിലൂടെ സിനിമ എനിക്ക് മനസ്സിലായി ഇത് പണിയാ നിന്നേക്കണത്. എനിക്കതാണ് വിഷമം. എത്രത്തോളം അങ്ങനെ ഒരു പടം ഒന്നും ഇനി പ്രതീക്ഷിക്കണ്ടല്ലോ സാർ, അല്ലേ? അല്ല, അത് ഓരോ മൂഡും ഓരോ കാര്യങ്ങളും, പിന്നെ ഒരു സമയം പോലും ലാഗില്ലെന്നുള്ളത്. അതെ, അതാണ്. അത് ഇതുകൊണ്ടാണ്, സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടാണ്. ഒരു വർഷം കൊണ്ട് എഴുതി എന്ന് പറഞ്ഞില്ലേ, അത് ഇത്രയും കനത്തിലുണ്ടാവും. അത് നമ്മൾ എഡിറ്റ് ചെയ്തു, അതാണ് ലാഗില്ലാത്തത്. സ്ക്രിപ്റ്റ് എഡിറ്റഡ് ആയതുകൊണ്ടാണ് ഒരു പ്രശ്നമില്ലാതെ കാര്യങ്ങൾ പോയത്.